ശബരിമലയിലെ വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ കവാടം സ്വർണം പൊതിയാൻ ചെന്നൈയിൽ കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രദർശന മേളയാക്കിയെന്നാണ് ആരോപണം ഉയരുന്നത്. നടൻ ജയറാമിനെയും ഗായകൻ വീരമണി രാജുവിനെയും ഉപയോഗിച്ച് പൂജയൊക്കെ നടത്തി വിശ്വാസ്യത ഉണ്ടാക്കാനും ഇയാൾ ശ്രമിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 6 കൊല്ലം മുമ്പുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ 24 ലഭിച്ചു. നെയ്യഭിഷേകത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റി പണപ്പിരിവ് നടത്തിയെന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നെയ്ത്തേങ്ങകൾ ശേഖരിച്ച് അഭിഷേകം നടത്തി നൽകുന്നതിനാണ് ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെടുത്തത്. തിരുവനന്തപുരത്ത് മനീഷ് മഹിവാൽ വിവരങ്ങളുമായി ചേരും. അതുപോലെ സലീം മാലിക്കും അല്പം സമയത്തിനകം ചേരുന്നുണ്ട്. മനീഷ് മഹിവാൽ, തട്ടിപ്പിന്റെ കൂടുതൽ കഥകൾ പുറത്തു വരികയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? SKN ഞെട്ടിക്കുന്ന കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഒരാൾ ഭക്തിയുടെ മറവിൽ പല ആളുകളെയും, പ്രമുഖർ അടക്കമുള്ള ആളുകളെയും ഇങ്ങനെ പറ്റിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിലവിൽ ചെന്നൈയിൽ നിന്നും 6 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ദൃശ്യങ്ങൾ. അതായത് അന്ന് നടന്ന സംഭവം അത് ദൃശ്യങ്ങളാക്കി തന്നെ മറ്റു ചില ഭക്തന്മാരെ അടക്കം പറ്റിക്കുക, വഞ്ചിക്കുക, ഭക്തിയുടെ മറവിൽ യഥാർത്ഥ വഞ്ചന നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ രീതിയിൽ ചെന്നൈയിൽ എത്തിച്ച് ശ്രീകോവിലിന്റെ രീതിയിൽ, ശ്രീകോവിലാണെന്ന രീതിയിൽ, ഇനി ശ്രീകോവിലാണോ എന്ന തരത്തിലുള്ള കാര്യങ്ങൾ അത് ദേവസ്വം ബോർഡാണ് വ്യക്തമാക്കേണ്ടത്. ശ്രീകോവിൽ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് അവിടെ നിന്നും കൊട്ടേഷൻ എടുത്ത്, അതായത് സന്നിധാനത്ത് നിന്ന് കൊട്ടേഷൻ എടുത്ത് ചെന്നൈയിലെ ഒരു കമ്പനിയിൽ നിർമ്മാണത്തിന് ശേഷം കൊണ്ടുപോകുന്ന സമയത്ത് അത് പൂജിക്കാം എന്ന രീതിയിൽ നടൻ ജയറാമിനെ സമീപിക്കുകയും ജയറാമിന്റെ വീട്ടിലെത്തിച്ച്, അല്ലെങ്കിൽ ജയറാമിനുമായി ബന്ധപ്പെട്ട ഏതോ കേന്ദ്രത്തിലെത്തിച്ച് അവിടെ വെച്ച് പൂജ നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഇവിടെ എത്തിച്ചിരിക്കുന്ന ഈ സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ ആ സ്വർണത്തിന്റെ ഇത് സന്നിധാനത്തെ നടവാതിലിന്റെ മുൻപിൽ ഉണ്ടായിരുന്ന ആ സ്വർണ്ണപ്പാളിയാണ്. അത് സംബന്ധിച്ച് നേരത്തെ അത് ആന്ധ്രയിലുള്ള ഒരു ഭക്തന്റെ പണം കൊണ്ടുവന്നിട്ട് ആന്ധ്രയിൽ വെച്ചത് ചെമ്പ് നിർമ്മിച്ച ശേഷം പിന്നീട് ചെന്നൈയിൽ എത്തിച്ചത് സ്വർണം പൂശി, അങ്ങനെ അവിടെയുള്ള ചെന്നൈയിലുള്ള ഭക്തരെ അത് കാണിച്ച് പൂജിക്കുക, അത് പൂജിപ്പിച്ചിട്ട് അതിൽ നിന്നും പണപ്പിരിവ് നടത്തുക. ഒപ്പം തന്നെ ബാംഗ്ലൂരിൽ ഒരു അയ്യപ്പ ക്ഷേത്രത്തിലും ഇതിൽ സ്വർണ്ണപ്പാളികൾ എത്തിച്ച് അവിടെ പൂജ നടത്തി, അവിടെ പണപ്പിരിവ് നടത്തിയെന്ന് നേരത്തെ തന്നെ അത്തരം കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. അത് ഇതേ നടവാതിൽ, അതായത് ഈ ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലിന് മുന്നിലെ നടവാതിൽ തന്നെയാണോ എന്ന കാര്യത്തിലൊക്കെ സ്ഥിരീകരിക്കേണ്ടത് ഇനി ദേവസ്വം ബോർഡാണ്. ഇനി അത് നടവാതിലാണ് എങ്കിൽ തന്നെ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്ത് അധികാരമാണുള്ളത്? ഒരു സ്പോൺസറോ ഒരു കരാറുകാരനോ ഈ രീതിയിൽ കൊട്ടേഷൻ എടുത്തു കൊണ്ടുപോയി, അതായത് ദേവസ്വം മാനുവൽ അടക്കം ഇത്തരത്തിലുള്ള അറ്റകുറ്റപ്പണി നടത്തേണ്ടത് അത് സന്നിധാനത്ത് വെച്ച് തന്നെ ആണെന്നുള്ള ദേവസ്വം മാനുവൽ നിലനിൽക്കെ എങ്ങനെയാണ് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രയും വില കൂടിയ, കോടികൾ വില മതിക്കുന്ന സർക്കാരിന്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പക്കലുള്ള ഒരു വസ്തു അത് നിർമ്മാണത്തിന് വേണ്ടി, അറ്റകുറ്റപ്പണിക്ക് വേണ്ടി സ്വർണം പൂശാനായി മറ്റു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകാനും അത് ദിവസങ്ങളോ, അതായത് 2019 ഈ ദ്വാരപാലക ശില്പങ്ങളടക്കം അതിലെ സ്വർണ്ണപ്പാളികളടക്കം ഈ മുൻപിലെ ഈ ശ്രീകോവിലെ വാതിലടക്കമുള്ള കാര്യങ്ങൾ ഒറ്റ കൊട്ടേഷനായി എടുത്തുകൊണ്ട് 2019 പിന്നീട്, അതായത് ജൂലൈ 20-നാണ് ഈ രീതിയിൽ ഒറ്റ കൊട്ടേഷനായി അവിടെ നിന്നും സ്വർണം പൂശാനും അറ്റകുറ്റപ്പണിക്കുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയി ജൂലൈ 20-ന് കൊണ്ടുപോയി പിന്നീട് 35 ദിവസങ്ങൾക്ക് ശേഷമാണ് അത് ചെന്നൈയിലെ സ്വകാര്യ കമ്പനിയിലേക്ക് എത്തിക്കുന്നത്. ആ 35 ദിവസത്തോളം സമയം ഇത് പല വ്യക്തി, അതായത് ഇപ്പോൾ അതായത് ജയറാം അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രശസ്തരായ ആളുകളെ ഈ രീതിയിൽ ഇത് ശബരിമലയിലെ ഏറ്റവും പുണ്യമായ വസ്തുവാണെന്ന രീതിയിൽ കാണിച്ചുകൊണ്ട് അത് പൂജ ചെയ്യാനുള്ള അവസരം ഞാൻ നിങ്ങൾക്ക് നൽകാം എന്ന് കബളിപ്പിച്ചുകൊണ്ടാണ് ഈ രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഇനി അത് യഥാർത്ഥമായ ശബരിമലയിലെ വസ്തുക്കളാണെങ്കിൽ എന്ത് അധികാരമാണുള്ളത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഒപ്പം തന്നെ ഇത് വ്യാജമായി ഉണ്ടാക്കിയതാണോ എന്ന സംശയം
സംശയവും നിലവിൽ ഉയരുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 മുതൽ നടത്തി വന്നിട്ടുണ്ട്. അതിൽ 2025 ഏറ്റവും ഒടുവിലായി കൂടി ഈ രീതിയിൽ കൊട്ടേഷൻ എടുത്തുകൊണ്ട് സ്വർണ്ണ പണിക്കായി തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ സ്വർണത്തിന്റെ പീഡ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയതും പിന്നീട് അത് വ്യാജമാണ്, അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ കളവാണെന്ന് തെളിയുകയും ചെയ്തത്. അങ്ങനെ ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വത്തുവകകൾ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കലെത്തി അത് അന്യ സംസ്ഥാനങ്ങളിലെത്തി പ്രമുഖരായ ആളുകൾക്ക് പൂജിക്കാനും അവരെ അത് കബളിപ്പിച്ചുകൊണ്ട് ഭക്തിയുടെ മറവിൽ ഒരുപാട് പണപ്പിരിവ് നടത്തുകയോ ഒക്കെ തന്നെ ഇയാൾ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇയാൾക്ക് റിയൽ എസ്റ്റേറ്റ് ബന്ധമുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പലിശ, അതായത് പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഇടപാടുകൾ ഉണ്ടെന്നൊക്കെ തന്നെ ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ പ്രാഥമികമായ നടപടികളൊക്കെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. നാളെ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ സംശയം ദൂരീകരിക്കേണ്ട ആവശ്യം വിജിലൻസിനുണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ ഇത് അടിയന്തരമായ ദേവസ്വം ബോർഡ് യോഗം ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിശ്വാസ്യത കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി നടൻ ജയറാമിനെ കൂടി ഇയാൾ ഉപയോഗപ്പെടുത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 6 കൊല്ലം മുമ്പ് ഈ പൂജ കഴിഞ്ഞതിന് ശേഷം ജയറാം ഇതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്. വർഷങ്ങളായി കണ്ടുമുട്ടുന്ന മുഖങ്ങളാണ് ശ്രീ ഉണ്ണി, ഗോവർദ്ധൻ, കർണാടകയിൽ നിന്നുള്ള അയ്യപ്പൻ്റെ നട പുതുക്കി പണിയുകയാണ് സ്വർണ്ണത്തിൽ. ഇവരാണ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വരണം എന്ന് മാത്രം പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാം അയ്യപ്പൻ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ അതിൻ്റെ നട ശബരിമലയ്ക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അത് തൊഴുത് ആദ്യത്തെ കർപ്പൂരം കാണിക്കാനുള്ള ഭാഗ്യം ഭഗവാൻ എനിക്ക് ഉണ്ടാക്കി തന്നു. അതിനുശേഷം ആ നട അവിടെ വയ്ക്കുന്ന അതിൻ്റെ കട്ടളപ്പടി അതും പൂർണ്ണമായി സ്വർണ്ണത്തിൽ പൊതിഞ്ഞ് ഇപ്പോൾ ശബരിമലയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. ചെന്നൈയിലാണ് ഇപ്പോൾ. ഇന്നും അതിൻ്റെ ആദ്യ പൂജ ചെയ്യാനുള്ള ഭാഗ്യം ഈ 2 കൈകൾക്ക് തന്നത് ഇത് അയ്യപ്പൻ്റെ രൂപത്തിൽ വന്ന് ഇവർ തന്നതാണ് എനിക്ക്. അതിൻ്റെ പ്രസൻസായിട്ട് വീരമണി സാറിനെ പോലെയുള്ള മഹാപ്രതിഭകളുടെ കൂടെ നിന്ന് അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് വളരെ ജീവിതത്തിൽ ഏറ്റവും വലിയ മഹാഭാഗ്യങ്ങളും മറക്കില്ല ഈ ദിവസം. ആളുകളെ ഈ കാര്യമൊക്കെ വിശ്വസിപ്പിച്ചെടുക്കാനും ഭക്തിയുടെ മറവിൽ ഇതൊക്കെ തട്ടിപ്പിന് വിധേയമാക്കാനും അസാധാരണ വൈഭവമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരിക്കുന്നത്. നമ്മുടെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് കുമാർ കൂടി ചേരുകയാണ്. വിശ്വാസത്തിൽ പലപ്പോഴും ദിലീപ് യുക്തി വർക്ക് ചെയ്യില്ല, ഒരിക്കൽ കൂടി അത് തെളിയിക്കപ്പെടുകയാണ്. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തുന്ന തട്ടിപ്പുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഇക്കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ ഭരണസമിതിക്കും 2019 ആ ഭരണസമിതിക്കും ഇക്കാര്യത്തിലൊക്കെ ഗുരുതരമായ വീഴ്ചയോ അല്ലെങ്കിൽ പങ്കാളിത്തമോ ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ നിലയിലാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണോ കൊടുത്തുവിട്ടിട്ടുള്ളത്, അതോ വെറും ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇതെല്ലാം ചെന്നൈയിലേക്ക് അന്ന് സ്പോൺസറായിരുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകുന്നതിന് ആ നിലയിലുള്ള ഒരു അനുവാദം കൊടുക്കുക എന്നതായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയ്തിരുന്നതെന്നൊക്കെ ഇനി കൂടുതൽ അറിയേണ്ടതുണ്ട്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇക്കാര്യത്തിൽ വളരെ ഗുരുതരമായ ചില തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന കാര്യം ഇതിനകം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം 2019 ഇത് കൊണ്ടുപോകുന്നത് ജൂൺ 19 ഇത് കൊണ്ടുപോകുന്നതിനായുള്ള അനുമതി, ജൂലൈ 19 ഈ അനുമതി നൽകുന്നത്. അത് അവിടുന്ന് കൊണ്ടുപോയത് ജൂലൈ 19 പക്ഷേ ഇത് ചെന്നൈയിലെത്തിയത് ഓഗസ്റ്റ് മാസം 29 അന്നുവരെ ഈ ദാരുശില്പങ്ങളിലെ ഈ സ്വർണ്ണപ്പാളികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയൊക്കെ ഈ ധനാഠ്യരായ അയ്യപ്പ ഭക്തന്മാരെ കൊണ്ടുവന്ന് വിശ്വാസികളെ കൊണ്ടുവന്ന് ധനസമാഹരണം നടത്തിയിട്ടുണ്ട് എന്നതൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ബംഗളൂരുവിലെ ശ്രീരാംപുര ക്ഷേത്രത്തിൽ അത് എത്തിച്ചിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹി പറഞ്ഞിരുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ അത് അവിടുത്തെ കവാടവുമായി ബന്ധപ്പെട്ടതാണ്. ആ ദാരുശില്പത്തിൻ്റെ സ്വർണ്ണപ്പാളിയല്ല. ഇപ്പോൾ വരുന്ന ദൃശ്യങ്ങൾ അത് അവിടുത്തെ കവാടം, ആ ക്ഷേത്രത്തിലെ ശ്രീകോവിലിലെ കവാടവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ്. അതിൽ നടൻ ജയറാം അതിൻ്റെ പൂജയൊക്കെ നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അങ്ങനെ ആ സ്വർണ്ണപ്പാളി അത് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് 2 കവാടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. 2019 ഒരു കവാടം കൂടി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് അവിടെ വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആന്ധ്രയിലെ ഒരു ഭക്തനാണ് അത് സ്പോൺസർ ചെയ്തിരുന്നത്. ആ ഭക്തനിൽ നിന്ന് ചെമ്പുപാളിയിലുള്ള ആ കവാടം കൊണ്ടുവന്ന് ചെന്നൈയിലെ ഈ സ്മാർട്ട് ക്രിയേഷൻസിലെത്തി സ്വർണം പൂശി ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലും ദേവസ്വം ബോർഡിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെന്നും
അറിയുന്നുണ്ട്. PS പ്രശാന്ത് പറയുന്നത് അത്തരം ചില സൂചനകൾ ഉണ്ടായിരുന്നു എന്നാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് 2019 തന്നെ നേരത്തെ വിജയ് മല്യ സ്ഥാപിച്ചിട്ടുള്ള ആ കവാടത്തിന് പുറമെ മറ്റൊരു കവാടം കൂടി 2019 അവിടെ നൽകുന്നതിൻ്റെ രേഖകളുണ്ട് എന്ന് PS പ്രശാന്ത് പറയുന്നു. പക്ഷേ ദേവസ്വം കമ്മീഷണർക്ക് ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. അങ്ങനെ ഒരു രണ്ടാമതൊരു കവാടം അവിടെ ഇല്ല എന്ന നിലപാടാണ് അദ്ദേഹത്തിൻ്റേത്. അങ്ങനെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വ്യാപ്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജയറാം അടക്കമുള്ള വീരമണി അടക്കമുള്ളവരെയൊക്കെ പ്രഗത്ഭന്മാരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചടങ്ങ് നടത്തുക, അത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുക, അതുവഴി കൂടുതൽ ഈ അയ്യപ്പ ഭക്തന്മാരായ ആളുകളെ അവരിൽ നിന്ന് പണം ഈടാക്കുന്നതിന് ഇത് ഉപയോഗിക്കുക. പിന്നീട് ഈ ഓഗസ്റ്റ് മാസം 29-ാം തീയതി ചെന്നൈയിലെത്തിച്ച് 30-ാം തീയതി സ്വർണം പൂശിയ ഈ കവാടം തിരികെ ശബരിമലയിൽ എത്തുന്നത് സെപ്റ്റംബർ മാസം 13-ാം തീയതിയാണ്. അങ്ങനെ ഈ ഒരു വലിയ കാലയളവ് ഇതിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനിടയ്ക്ക് എത്രത്തോളം സ്ഥലങ്ങളിൽ ഇത് കൊണ്ടുവന്ന് പ്രദർശന വസ്തുവാക്കി വെച്ച് എത്രത്തോളം പേരിൽ നിന്ന് പണം ഉണ്ണികൃഷ്ണൻ പോറ്റി അടിച്ചു മാറ്റിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇക്കാര്യത്തിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന കാര്യം പറയാതെ വയ്യ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൂടി, അന്നത്തെ ഭരണസമിതി കൂടി ഇക്കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായങ്ങൾ, വ്യക്തമായ അവരുടെ നിലപാടുകൾ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളിലുള്ള സംശയങ്ങൾക്ക് മറുപടികളൊക്കെ തന്നേ മതിയാകൂ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. SKN ദിലീപേ, മറ്റൊരു കാര്യം, യഥാർത്ഥത്തിൽ ഈ ശബരിമലയിലുള്ള എടുത്തു മാറ്റാൻ പറ്റുന്ന എല്ലാ വസ്തുക്കളും പുറം ലോകത്തെത്തിക്കാൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ആളുകൾ ശ്രമിച്ചിരുന്നു എന്നുള്ളത് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവാദങ്ങൾ. അതെ SKN, അവിടെ ഒരു കീഴ്ശാന്തിയുടെ സഹായിയായി വന്ന്, കീഴ്ശാന്തിയുടെ സഹായി എന്ന് പറയുന്ന പരികർമ്മിയായി വന്ന് ആ ക്ഷേത്രത്തിൽ, ശബരിമല ക്ഷേത്രത്തിൽ അവിടെ ഈ ചടങ്ങുകൾക്കൊക്കെ കൂടിയ ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരാളിന് പിന്നീട് ആ ശബരിമലയിലെ ഇത്തരം വളരെ മൂല്യവത്തായ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ, ശബരിമലയിലെ പ്രധാന ചടങ്ങുകളിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ആളായി നിൽക്കുന്നതിൽ, അല്പം മുമ്പ് നടൻ ജയറാം തന്നെ പറഞ്ഞത് ശബരിമലയിൽ അവിടുത്തെ സ്ഥിര സാന്നിധ്യമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ്. അങ്ങനെ ആ നിലയിലുള്ള വലിയ പരിചയമുണ്ടെന്നാണ്. അങ്ങനെ ശബരിമലയിലെത്തുന്ന വലിയ വലിയ സമ്പന്നരായ ആൾക്കാരിൽ നിന്ന്, വിശ്വാസികളിൽ നിന്ന് അവരുടെ ആ ഭക്തിയെ ചൂഷണം ചെയ്യുന്ന തരത്തിൽ, വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ധനസമാഹരണം നടത്തുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം എന്നതുകൂടി അറിയാനുണ്ട്. മാത്രമല്ല, ഇപ്പോൾ അല്പം മുമ്പ് നമുക്ക് ലഭിച്ചിട്ടുള്ള മറ്റൊരു വാർത്ത തന്നെ ആ കാര്യങ്ങളിലുള്ള ഇയാളുടെ പങ്ക്, അവിടുത്തെ നെയ്ത്തേങ്ങ വഴിപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഇടപാടുകളിലൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ടായിരുന്ന പങ്ക് അത് വെളിച്ചത്ത് വരികയാണ്. അങ്ങനെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിലൊക്കെ ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ തട്ടിപ്പ് നടത്തുമ്പോൾ ഈ ഭരണസമിതിയും അതുപോലെ തന്നെ ദേവസ്വം ജീവനക്കാരുമൊക്കെ എന്തു ചെയ്യുകയായിരുന്നു, അവരുടെ മൗനാനുവാദം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു, അവർക്കെന്തെങ്കിലും പങ്കാളിത്തം ഉണ്ടായിരുന്നോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. കാരണം അവിടെ ശമ്പളം കൊടുത്ത് ഇതിനുവേണ്ടി ചില ആൾക്കാരെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട് ശബരിമലയിൽ. അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിരുന്നോ, അതോ ഇത്തരം കാര്യങ്ങളിലൊക്കെ അവർക്കും എന്തെങ്കിലും പങ്കുണ്ടായിരുന്നോ എന്നതൊക്കെ ഈ അന്വേഷണത്തിലൂടെ വ്യക്തമാവുകയുള്ളൂ. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വഴിക്ക് തട്ടിപ്പ് നടത്തുമ്പോൾ മറുവശത്ത് ദേവസ്വം ബോർഡ് എന്ന സംവിധാനം അവിടെ എന്തു ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം കൂടി ഉയരുകയാണ്. SKN. ഓക്കെ, ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സന്നിധാനത്തെ ആഴിയിൽ എറിയുന്ന നെയ്ത്തേങ്ങകളെല്ലാം കൂടി ശേഖരിച്ച് അഭിഷേകം നടത്തി നൽകുന്നതിന് ലക്ഷക്കണക്കിന് രൂപയിൽ തട്ടിയെടുത്തു എന്ന രീതിയിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് ആരോപണം ഉയരുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം സലീം മാലിക് വെച്ചിരുന്നു. സലീം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഉന്നത കലാകാരനാണെന്ന് മനസ്സിലായി. നന്നായി കാര്യങ്ങൾ ഡിസൈൻ ചെയ്ത് അയാൾ തട്ടിപ്പിന് വിധേയമാക്കിയിട്ടുണ്ട്. പറയൂ. അതെ, SKN സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. കാരണം ഈ നമ്മൾ അറിഞ്ഞതും പുറത്തു വന്നതുമായ തട്ടിപ്പുകൾ മാത്രമല്ല ഈ ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തത് എന്നുള്ളതാണ്. വിശ്വാസത്തിന്റെ മറവിൽ അദ്ദേഹം സർവത്ര തട്ടിപ്പ് നടത്തി എന്നുള്ളതിന്റെ വിവരങ്ങളാണ് ഓരോന്നോരോന്നായി പുറത്തു വരുന്നത്. ഗുരുതര സ്വഭാവമുള്ള കാര്യങ്ങളാണ് ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തു വന്നതെങ്കിൽ അതിനും അപ്പുറത്തേക്ക് നെയ്ത്തേങ്ങ വിഷയത്തിൽ പോലും, നെയ്ത്തേങ്ങ സംഭരിക്കുന്നതിൽ പോലും അയാൾ തട്ടിപ്പിനുള്ള സാധ്യത കണ്ടെത്തുകയും തട്ടിപ്പ് നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ പേരിൽ പണപ്പിരിവ് നടത്തുകയായിരുന്നു ചെയ്തത്. ഈ നെയ്യഭിഷേകത്തിന് വേണ്ടിയുള്ള
നെയ്ത്തേങ്ങകൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ തട്ടിപ്പ് നടത്തിയത്. 2021 മുതൽ 23 വരെയുള്ള വർഷം 2 വർഷക്കാലമായി 10,000-ലധികം തേങ്ങകളാണ് ഈ നെയ്ത്തേങ്ങകളാണ് ഇദ്ദേഹം ശേഖരിച്ചത്. വിവിധയിടങ്ങളിലെ ഭക്തരിൽ നിന്നാണ് ഈ നെയ്ത്തേങ്ങകൾ ശേഖരിക്കുക. അത് ട്രാക്ടറിൽ ശബരിമലയിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം അഭിഷേകം നടത്തി പ്രസാദം ഭക്തർക്ക് നൽകും എന്നുള്ളതാണ്. ഇതിന്റെ പേരിൽ ഇയാൾ ലക്ഷങ്ങളാണ് ഭക്തരിൽ നിന്ന് പിരിച്ചെടുത്തത്. അതിന്റെ കൃത്യമായ കണക്കില്ല. പക്ഷേ 2023 തന്നെ ദേവസ്വം ബോർഡിന് ഇത് സംബന്ധിച്ച ചില വിവരം ലഭിക്കുകയും ദേവസ്വം ബോർഡ് ഈ ഇടപാട് വിലക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. പക്ഷേ അപ്പോഴും ഗുരുതരമായ ഒരു കാര്യം, ദേവസ്വം ബോർഡ് അത്രയും വലിയൊരു ക്രമക്കേട് ഒരു സാധാരണ നെയ്ത്തേങ്ങ വിഷയത്തിൽ പോലും നടന്നിട്ട് പോലും അത് പുറത്തറിയിച്ചില്ല. ആ ഇടപാട് വിലക്കുക മാത്രമാണ് ചെയ്തത്. അതിന് പിന്നാലെ ഇപ്പോൾ വിജിലൻസ്, ഈ ദേവസ്വം വിജിലൻസ് ആണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനിടയിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറ്റിടപാടുകളെ സംബന്ധിച്ച് ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തിയത്. അതിനിടയിലാണ് ഈ നെയ്ത്തേങ്ങയുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ ഇനിയും പുറത്തു വരാനുള്ള വിവിധ വിഷയങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ മുൻപിലുള്ളത്. എസ് കെ, താങ്ക് യു. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കടക്കണം. വിവാദങ്ങൾക്കിടെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നാളെ ദേവസ്വം ബോർഡ് വിജിലൻസ് ചോദ്യം ചെയ്യുകയാണ്. വിവരശേഖരണത്തിനായി ബംഗളൂരിലേക്ക് പോയ സംഘം തിരിച്ചു വന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അനൌദ്യോഗിക യോഗം ഇന്ന് ചേരും. സ്വയം കുഴിച്ച കുഴിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വീണുപോയെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഈ കാര്യത്തിൽ പറയുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആണല്ലോ വലിയ ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കിയത്. ഇപ്പോൾ അദ്ദേഹം സ്വയം പ്രതിക്കൂട്ടിലാവുന്ന സാഹചര്യമല്ലേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണല്ലോ ഇതൊക്കെ പുറത്തു വരുന്നത്. ഞങ്ങൾ ഈ പുള്ളിയെ തുടക്കം മുതൽ തന്നെ മാറ്റി നിർത്തിയിരുന്നതാണ്. ഇതിൽ കൃത്യമായ അന്വേഷണം വേണം. ഇത്തരം അവതാരങ്ങളെ സംബന്ധിച്ച് അത് 99 മുതൽ ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഈ ഇത്തരം അവതാരങ്ങൾ പണ്ട് ഉണ്ടായിരുന്നതിൻ്റെ 10-1 പോലും ഇപ്പോൾ ഇല്ല. വിജയ് മല്യ സ്വർണം പൂശിയ 98 സെപ്റ്റംബർ മുതൽ 2025 വരെ വ്യക്തമായ കാര്യങ്ങൾ സ്വർണത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ അന്വേഷണം നടക്കട്ടെ, സമഗ്രാന്വേഷണം നടക്കട്ടെ. അത് കോടതിയിൽ ഞങ്ങൾ ആവശ്യപ്പെടും. സ്വർണ്ണപ്പാളിയുടെ തൂക്കം കുറഞ്ഞതിൽ വിശദീകരണവുമായി അറ്റകുറ്റപ്പണി നടത്തിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് അഭിഭാഷകൻ രംഗത്ത് വന്നു. 2019 സ്വർണ്ണപ്പാളി ഏറ്റുവാങ്ങിയത് ദേവസ്വം ഉദ്യോഗസ്ഥരെന്നും അഭിഭാഷകൻ കെ പി പ്രദീപ് പറയുന്നു. ശബരിമലയുടെ കാര്യത്തിൽ 2019 നമ്മുടെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന ആർട്ടിക്കിൾ, നമ്മളെന്ന് പറയുമ്പോൾ എൻ്റെ ക്ലയൻ്റാണ് എൻ്റെ കമ്പനി, അവരുടെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന ആർട്ടിക്കിൾ ഒരു കോപ്പർ ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ പുറത്ത് പതിപ്പിച്ച ക്ലാഡിങ്സ് ആണ്. അതിനകത്തൊന്നും ഗോൾഡ് പ്ലേറ്റഡ് ആയിരുന്നില്ല. അപ്പോൾ അവിടുന്ന് ഇളക്കിയത് ഗോൾഡ് പ്ലേറ്റഡ് ആണെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് എനിക്ക് എൻ്റെ ക്ലയൻറ്റിനോ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നത് പ്യുവർ കോപ്പറിലുണ്ടാക്കിയ സാധനമാണ്. ഒന്നും തന്നെ പ്ലേറ്റ് ചെയ്യാത്ത ഒരു സാധനമാണ് കൊണ്ടുവന്നത്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം ചേരുകയാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. 2 കാര്യങ്ങളിലാണ് ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസ് വ്യക്തത വരുത്തിയിരിക്കുന്നത്. അവരുടെ ഭാഗം ക്ലിയർ ചെയ്തിരിക്കുന്നത് 2019 ഈ ദ്വാരപാലക പാളി അത് ചെന്നൈയിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി എത്തിച്ചു. പക്ഷേ അന്ന് എത്തിച്ചത് പൂർണ്ണമായും ചെമ്പിൽ തീർത്ത പാളി എന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് അഭിഭാഷകൻ വ്യക്തമാക്കുന്നത്. അതിൽ ഒരു തരി പോലും സ്വർണത്തിന്റെ അംശമുണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ വേറെ എവിടെയെങ്കിലും സ്വർണം പൂശിയ വസ്തുക്കൾ അത് അവർ ഈ സ്മാർട്ട് ക്രിയേഷൻസ് സ്വർണം പൂശുന്ന ഒരു പതിവില്ല. ഒപ്പം തന്നെ വേറെ ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് കൊണ്ടുവന്നാണെങ്കിൽ പോലും അവർ ചെയ്യില്ല. അവർ ചെയ്ത വർക്കിന്റെ തുടർച്ചയാണെങ്കിൽ മാത്രമേ അത് രണ്ടാമത് കൈപ്പറ്റൂ. ഒരു സെക്കൻഡ് വിഷ്ണു, നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ സെക്രട്ടറി ജി ബൈജു നമുക്കിപ്പം ഇപ്പോൾ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ ബൈജു. ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിളയാടലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ പ്രദർശിപ്പിച്ച ഈ വാതിലും നടയും ശബരിമലയിലേക്ക് പണി കഴിപ്പിച്ചതായിരുന്നു, അതോ അതും തട്ടിപ്പായി പ്രചരിപ്പിച്ചതാണോ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താങ്കൾക്ക് ഞാൻ പറഞ്ഞത് കേട്ടോ? ഒന്നുകൂടെ പറഞ്ഞേ. അതായത് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ പ്രദർശിപ്പിച്ചല്ലോ ഈ ശബരിമലയുടെ വാതിലും നടയുമാണെന്ന് പറഞ്ഞ്. അത് ശരിക്കും ശബരിമലയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച തന്നെയായിരുന്നു, അതോ അതും അദ്ദേഹത്തിന്റെ നാട്യങ്ങളായിരുന്നു? അത് എന്റെ കാരണം ഈ പറയപ്പെടുന്ന വാതിലും പണിയും ഉൾപ്പെടെ ദ്വാരപാലകന്മാരുൾപ്പെടെ പണി ചെയ്യുവാൻ അദ്ദേഹം സ്പോൺസറായി അവിടെ വരികയും അത് പണി ചെയ്യുവാൻ അദ്ദേഹത്തിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈജു, താങ്കളൊന്ന് ലൈനിൽ തുടരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.